അതുപോലെ തന്നെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു പുത്തൻ ഉണർവ് വയനാടിന്റെ പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ പിന്നോക്കാവസ്ഥയിൽ തുടരുന്ന ഇവിടുത്തെ ആദിവാസി സമൂഹത്തിലും രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു വലിയ മാറ്റത്തിന് വഴിവെക്കും എന്നതാണ് ജനക്കൂട്ടം വലിയ തോതിൽ ആളുകൾ കൈവീശുന്നതിന്റെ ലക്ഷണങ്ങൾ. ഒപ്പം തന്നെ ഇത് കവർ ചെയ്യാനുള്ള റോഡ് ഷോയുടെ ഭാഗമായി വന്ന ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ക്യാമറാമാൻമാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നതിനെ അടക്കം വലിയ അതിനു നേരെ കൈവീശിക്കൊണ്ട് വലിയ ഉത്സാഹം പ്രകടിപ്പിക്കുന്നു ഈ ജനക്കൂട്ടം. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും വയനാടിനെ ഈ മറിച്ചിരിക്കുന്നു. മനോഭരത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അങ്ങേ വലിയ ആൾക്കൂട്ടമാണ് അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപക്ഷേ അദ്ദേഹത്തെ ദൂരെ നിന്നാണെങ്കിലും ഒന്ന് കാണുക എന്ന ലക്ഷ്യം കൂടെ വെച്ച് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, വയനാട്ടിലെ UDF പ്രവർത്തകർ മാത്രമല്ല, അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വാഹനമെന്നാണ് നമ്മൾ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടേക്ക് രാഹുൽ ഗാന്ധിയുടെ വാഹനം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ മനോഭരത്തിൻ്റെ ടെലിഫോൺ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാവുക. അവിടെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, സുരക്ഷാ വാഹനത്തിൽ മൊബൈൽ ജാമർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അത്. ഏതായാലും രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിട്ടുണ്ട്, അവിടേക്ക് എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കുറേ വാഹനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമാണുള്ളത് അവിടെ. വയനാട്ടിലെ കോൺഗ്രസ് UDF പ്രവർത്തകർ മാത്രമല്ല, മറ്റ് ജില്ലകളിലെ ആളുകൾ, പ്രത്യേകിച്ചും സമീപ ജില്ലകളിലെ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സംസാരിച്ച ആളുകളിൽ പലരും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പ്രവർത്തകർ കൂടെയാണ്. അങ്ങനെ ജില്ലാ വ്യത്യാസമില്ലാതെ വയനാട്ടിലേക്ക്, കൽപ്പറ്റയിലേക്ക് എത്തിച്ചേരാൻ അവർക്കുള്ള കാരണം കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ് അവിടേക്ക് മത്സരിക്കുന്നത് എന്നതാണ്. ദേശീയ അധ്യക്ഷനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരി, രാജ്യത്തെ കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് പ്രിയങ്ക ഗാന്ധി കൂടെ ഉണ്ട് എന്നതാണ് അങ്ങോട്ടേക്ക് ജില്ലാ വ്യത്യാസമില്ലാതെ സകലയിടങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് വരാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന കാര്യം. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, രാജ്യത്തെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉന്നതമായ പദവികളുള്ള രണ്ടാളുകൾ. പദവി അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി താഴെയാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ രാഷ്ട്രീയ പ്രാധാന്യം അങ്ങേയറ്റം വലുതാണ് കോൺഗ്രസ്സുകാർക്ക്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് വരുന്നു, വയനാട്ടിലേക്ക്, കൽപ്പറ്റയിലേക്ക് വരുന്നു. അതിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് മത്സരിക്കാനാണ് വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കാൻ വേണ്ടി വരുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ആവേശകരമാണ്. TJ ശ്രീലാൽ കൂടി അവിടെ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീലാൽ, എന്താണ് അവസ്ഥ? സ്വാഭാവികമായിട്ടും വലിയ ആവേശത്തിലാണ് ആളുകൾ. അദ്ദേഹം എത്താറായോ? സനീഷ, ഇവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകർ, അതായത് രാവിലെ മുതൽ കളക്ടറേറ്റിന്റെ മെയിൻ കവാടത്തിൽ എത്തിയ പ്രവർത്തകർ, 6 മണി മുതൽ ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ ഒരല്പം നിരാശയിലാണ്. കാരണം രാഹുൽ ഗാന്ധി എക്സിറ്റ് ഗേറ്റ് വഴി, പുറത്തേക്കുള്ള ഗേറ്റ് വഴി ഉള്ളിലേക്ക് പോയി. ഇവർ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പുറത്തേക്കുള്ള കളക്ടറേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കവാടത്തിലൂടെ ഉള്ളിൽ പോവുകയും ഇപ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും മെയിൻ ഗേറ്റിന്റെ ഭാഗത്തുള്ള വാഹനങ്ങൾ ഇപ്പോൾ പോലീസും SPGയും മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇതുവഴി പുറത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവർത്തകർ നിൽക്കുന്നത്. മെയിൻ ഗേറ്റ് വഴിയുള്ള പുറത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്നു. ഇവിടെ ഈ കളക്ടറേറ്റിന്റെ സിവിൽ സ്റ്റേഷന്റെ മുൻഭാഗത്ത്, മെയിൻ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർക്ക് ഒരല്പം നിരാശ തന്നെയാണ്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധി എത്തി, രാഹുൽ ഗാന്ധി പത്രിക നൽകുന്നു എന്ന ഒരു ആവേശം അവർക്കുണ്ട്. രാവിലെ ഏതാണ്ട് 6 മണി മുതലാണ് ഇവർ ഇവിടെ ചെറുതും വലുതുമായ ജാഥകളായി ഇവിടെ എത്തിയത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, RSPയുടെ പ്രവർത്തകരുണ്ട്. ഇങ്ങനെ UDFന്റെ മുഴുവൻ ഘടകകക്ഷികളുടെയും പ്രവർത്തകർ ഇവിടെയുണ്ട്. ഒറ്റക്കെട്ടായി ഒരേ ആവേശത്തിൽ അവർ രാഹുൽ ഗാന്ധിക്കായി മുദ്രാവാക്യം വിളിക്കുകയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു. അവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമെന്ന പ്രതീക്ഷയിൽ അവർ നിന്നുവെങ്കിലും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റപ്പോൾ ഇവർക്ക് അല്പം നിരാശ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും രാഹുൽ ഗാന്ധി തിരിച്ചു പോകുമ്പോൾ പ്രധാന കവാടം വഴി പുറത്തേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇപ്പോഴും ഇവർ ഇവിടെ കാത്തു നിൽക്കുക തന്നെയാണ്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. അദ്ദേഹം 11:30 തിരിച്ച് വീണ്ടും ഒരു റോഡ് ഷോ നടത്തി മടങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അദ്ദേഹത്തിന്റെ റോഡ് ഷോ എവിടെ വരെ പോകും എന്നുള്ള സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴുമില്ല. അത് അവസാന നിമിഷം SPGയും പോലീസും തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സിവിൽ സ്റ്റേഷന്റെ പുറത്ത് വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കാണാൻ. അവർ അണമുറിയാതെ മുദ്രാവാക്യം വിളിക്കുന്നു. രാഹുൽ ഗാന്ധിയെ കാണാനാകുമെന്നുള്ള പ്രതീക്ഷ പുലർത്തുന്നു. കൊച്ചുകുട്ടികൾ ഇവർക്കിടയിലുണ്ട്. വലിയ പ്രായമായ 80-100 വയസ്സായ
പ്രവർത്തകർ ഈ ജനപഞ്ചായത്തിന്റെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്. എന്തായാലും ആകാംക്ഷയോടെ അത് കാത്തു നിൽക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. ആ കാത്തുനിൽപ്പ് തുടരുമ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക